നമസ്കാരം. ചെമ്പ്രവള്ളി എന്ന സസ്യത്തെയാണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. മുന്തിരിയുടെ കുടുംബത്തിൽപ്പെട്ട ഒരു സസ്യമാണ് ചെമ്പ്രവള്ളി. പൗരാണിക ആയുർവേദ മരുന്നുകളിൽ അധികം പരാമർശിക്കുന്നില്ലെങ്കിലും നാട്ടുചികിത്സകളിലും ഗ്രഹവൈദ്യത്തിലും വലിയ പ്രാധാന്യമുള്ള ഔഷധ സസ്യമാണ് ചെമ്പ്രവള്ളി. വിറ്റേസി കുടുംബത്തിലെ അംബലോസിസ് ജനുസിൽ ഇൻഡിക്ക സ്പീഷീസ് ആണ് ചെമ്പ്രവള്ളി. ഇതിന്റെ ശാസ്ത്രീയ നാമം അംബലോസിസസ് ഇൻഡിക്ക, അംബലോപ്സിസ് ഇൻഡിക്ക, വിറ്റിസ് ഇൻഡിക്ക എന്നിങ്ങനെ 3 പേരുകളുണ്ട്. മലയാളത്തിൽ ഇതിനെ ചെമ്പ്രവള്ളി, ചെമ്പ്രാവള്ളിക്കിഴങ്ങ്, ചെമ്പരവള്ളി, കാട്ടമ്പഴം, ചന്ദ്രവള്ളിക്കിഴങ്ങ്, ചെമ്പ്രാവള്ളിക്കിഴങ്ങ് എന്നൊക്കെ ഇതിനെ വിളിക്കാറുണ്ട്. ഇംഗ്ലീഷിൽ ഇതിനെ റെഡ് സ്റ്റെംഡ് വൈൽഡ് ഗ്രേപ്പ് വൈൻ എന്നാണ് പറയുക. സംസ്കൃതത്തിൽ ഇതിനെ ശോണിത ലതകണ്ഠ എന്നും കന്നഡ ഭാഷയിൽ ഇതിനെ ചെമ്പള്ളി എന്നും താമ്രവള്ളി എന്നും ഒക്കെ അറിയപ്പെടുന്നുണ്ട്. തമിഴ് ഭാഷയിൽ ഇതിനെ സംഭാരവല്ലി എന്നാണ് വിളിക്കുക. കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം. ഇന്ത്യയിലും ശ്രീലങ്കയിലും ആണ് ഇത് പ്രധാനമായിട്ടും കാണപ്പെടുക. ദക്ഷിണേന്ത്യൻ തദ്ദേശവാസിയാണ്. കേരളത്തിൽ പണ്ട് ധാരാളം കണ്ടിരുന്നു, ഇപ്പോഴും അപൂർവമായിട്ടേ ഉള്ളൂ. നനവാർന്ന ഇലപൊഴിയും കാടുകളിലും നിത്യഹരിത വനങ്ങളിലും ഇവയെ കാണുന്നുണ്ട്. പരിസ്ഥിതി മൂല്യത്തെ നോക്കാം. വംശനാശ ഭീഷണിയുള്ള ഒരു സസ്യമാണ് ചെമ്പ്രാവള്ളി. രൂപവരണം: നിറയെ ശാഖകളുള്ള ഒരു വള്ളിച്ചെടിയാണ് ചെമ്പ്രവള്ളി. ചെടിയുടെ മുകളിലുള്ള ഇലകൾ ലളിതവും വിശാലമായ അണ്ഡാകാരവും ചിലപ്പോൾ കോണാകൃതിയും ഉള്ളതുമാണ്. എന്നാൽ ചെടിയുടെ അടിഭാഗത്തുള്ള ഇലകൾ ഹൃദയാകൃതിയിലാണ്. ഇലയുടെ അരിക് പല്ലുകൾ പോലുള്ളതാണ്. ഇലകളുടെ മുകൾ ഭാഗം രോമമില്ലാത്തതും അടിഭാഗത്ത് രോമങ്ങളുള്ളതുമാണ്. ഇലത്തണ്ടുകൾക്ക് 2 തുടങ്ങി 8 സെന്റിമീറ്റർ വരെ നീളമുണ്ട്. പൂങ്കുലത്തണ്ടുകൾ 5 സെന്റിമീറ്റർ വരെ നീളം ഉണ്ടാകും. പൂക്കൾക്ക് ചുവപ്പ് കലർന്ന തവിട്ട് നിറമാണ്. ദളങ്ങൾ 2 മില്ലിമീറ്റർ നീളമുള്ള അണ്ഡാകാരമാണ്. പൂവിടുന്നത് മാർച്ച് തുടങ്ങി സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിലാണ്. ഫലങ്ങൾ ഗോളാകൃതിയിലാണ്. വിത്തുകൾ ഏതാണ്ട് വൃത്താകൃതിയിലാണ്. ഇനങ്ങളെ നോക്കാം. ചെമ്പ്രാവള്ളിക്കിഴങ്ങ് 2 തരമുണ്ട്, വെളുത്തതും ചുവന്നതും. ചുവന്നതിനാണ് ഔഷധ ഗുണം കൂടുതലുള്ളത്. രാസഘടകങ്ങളെ നോക്കാം. ചെമ്പ്രാവള്ളിയുടെ കിഴങ്ങുകളിൽ ആൽക്കലോയിഡുകൾ, ടാനിൻസ്, ഫ്ലവനോയിഡുകൾ, ഫിനോൾസ്, സാപ്പോണിനുകൾ, സ്റ്റിറോയിഡുകൾ എന്നിവയൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഔഷധമൂല്യം: ചെമ്പ്രാവള്ളിയുടെ കിഴങ്ങുകളാണ് പ്രധാനമായും ഔഷധത്തിന് ഉപയോഗിക്കുന്നത്. കുടൽ സംബന്ധമായ രോഗങ്ങൾക്കാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. തുടക്കത്തിലുള്ള ആമാശയ അർബുദം, അർശസ് എന്നീ രോഗങ്ങൾക്കും ഇത് ഉപയോഗിക്കാറുണ്ട്. മഞ്ഞപ്പിത്തം, കുരുക്കൾ എന്നിവയുടെ ചികിത്സയിലും രക്തശുദ്ധീകരണം, മൂത്രവർദ്ധന എന്നീ ആവശ്യങ്ങൾക്കും പരമ്പരാഗതമായി ചെമ്പ്രാവള്ളി ഉപയോഗിക്കുന്നുണ്ട്. ഔഷധ പ്രയോഗങ്ങളെ നോക്കാം. 1. ചെമ്പ്രാവള്ളിക്കിഴങ്ങിൻ്റെ കരിന്തൊലി, അതായത് കിഴങ്ങിൻ്റെ കരിന്തൊലി ചെത്തിക്കളഞ്ഞ് ചെറുതായി നുറുക്കി പാലിൽ പുഴുങ്ങി ഉണക്കി പൊടിച്ചെടുക്കുന്ന ചൂർണം 10 ഗ്രാം വീതം രാവിലെയും വൈകിട്ടും കുറച്ചുനാൾ സേവിച്ചാൽ മിക്ക കുടൽ രോഗങ്ങൾക്കും ശമനം കിട്ടും. 2. കിഴങ്ങിൻ്റെ കരിന്തൊലി ചെത്തിക്കളഞ്ഞ് ചെറുതായി നുറുക്കി പാലിൽ പുഴുങ്ങി ഉണക്കി പൊടിച്ചെടുക്കുന്ന ചൂർണം 10 ഗ്രാം വീതം ദിവസം 3 നേരം വീതം 90 ദിവസം കഴിച്ചു കഴിഞ്ഞാൽ ആരംഭത്തിലുള്ള ആമാശയ അർബുദത്തിന് ശമനം ലഭിക്കും. പക്ഷേ ഇത് ഈ മരുന്ന് കഴിക്കുമ്പോൾ പാകം ചെയ്യാത്ത സസ്യാഹാരവും പാലും മാത്രം വേണം കഴിക്കാനായിട്ട്. 3. 5 ഗ്രാം കിഴങ്ങിൻ്റെ ചൂർണവും 5 ഗ്രാം ആനച്ചുവടിയുടെ വേരിൻ്റെ ചൂർണവും 1 ഗ്ലാസ് പാലിൽ ദിവസവും 2 നേരം വീതം 41 ദിവസം സേവിച്ചു കഴിഞ്ഞാൽ എല്ലാത്തരം അർശസ് രോഗങ്ങൾക്കും ശമനം ലഭിക്കുന്നതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ നോക്കാം. ചെമ്പ്രാവള്ളിക്കിഴങ്ങിന് അല്പം വിഷാംശമുണ്ട്. അതുകൊണ്ടാണ് അത് പാലിൽ പുഴുങ്ങി ഉണക്കിയെടുക്കുക. ഒപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ചെമ്പ്രാവള്ളിക്കിഴങ്ങ് പറിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ കിഴങ്ങിനോട് ചേർന്ന് പാമ്പ് പൊതുവെ പതിയിരിക്കാനായിട്ട് ഇഷ്ടപ്പെടാറുണ്ട്. അതുകൊണ്ട് കിഴങ്ങ് പറിച്ചെടുക്കുമ്പോൾ പാമ്പിൻ്റെ ആക്രമണം ഇല്ലാതെ പ്രത്യേകം നമുക്ക് ഏൽക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് ആശംസിക്കുന്നു. ഇതിൽ ഔഷധ പ്രയോഗങ്ങൾ വിദഗ്ധനായ വൈദ്യന്റെ മേൽനോട്ടത്തിൽ വേണം ചെയ്യാനെന്ന് ഓർമ്മപ്പെടുത്തുന്നു. എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.